നിങ്ങളെ ചെറുപഴം വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു ഐറ്റം തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലേൽ ചെറുപഴം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധാരണ ചേരുവ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്ന് തോന്നിയാൽ ഇതങ്ങ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ പൂവമ്പഴമാണ് എടുത്തേക്കുന്നത്. ചെറുപഴവും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 5 എടുത്തിട്ടുണ്ട്. നല്ല വലുതാണെങ്കിൽ ഒരു 3 തന്നെ എടുത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒട്ടും വെള്ളം ഇല്ലാണ്ടാണ് കേട്ടോ ഞാനിത് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പേസ്റ്റ് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ശർക്കര നമുക്കൊന്ന് പാവ് കാച്ചി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പോളം നെയ്യാണ് കേട്ടോ വേണ്ടത്. അത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടെ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഈ നെയ്യിലിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇതൊരു കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ റവയും ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് വേണം ഈ ഒരു നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പാവ് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അതുകൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് കട്ട കെട്ടാണ്ട് റെഡിയാക്കി എടുക്കാനുള്ള പണിയാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ കളറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളർ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഓപ്ഷണലാണ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടുണ്ടല്ലോ കുറുകി വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് നല്ല പോലെ ഈ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരും. അതുകൊണ്ട് അവസാന ഭാഗത്ത് മാത്രം നമ്മൾ കുറച്ചിങ്ങനെ നെയ്യ് ചേർത്തിട്ട് നല്ല പോലെ അത് കട്ടിയാക്കി എടുക്കുകയാണ് ചെയ്യാനുള്ളത്. നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു മിക്സ് ഉണ്ടാവുക. അതുപോലെ തന്നെ നല്ല കട്ടിക്കായിട്ടും കിട്ടുകയും വേണം. ആ രീതിക്ക് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഇത് നല്ല പോലെ കട്ടിയായി വന്നിട്ടുണ്ട്. അതുപോലെ നെയ്യൊക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ ഇട്ട പാത്രത്തിലേക്കാണ് കേട്ടോ അത് മാറ്റുന്നത്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് വേറെ നെയ്യ് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷനും അതുപോലെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ ആൽമണ്ട്സും നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കത് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇത് പുറത്ത് വെച്ചാൽ തന്നെ നല്ലപോലെ ചൂടാറി നല്ല കട്ടിയായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ചെറുപഴം എടുക്കുന്ന സമയത്ത് ചിലത് നല്ല പുളി ഉണ്ടാവും. അങ്ങനെയുള്ള ചെറുപഴമാണെങ്കിൽ എടുക്കാതിരിക്കുക. ഇതുപോലെ നല്ല മധുരവും ചെറിയൊരു പുളിയുള്ള പഴമാണെങ്കിൽ എടുക്കുക കേട്ടോ. ആ ചെറിയ പുളി ഇതിലേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദേ നമ്മുടെ ചെറുപഴവും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.